ആലപ്പുഴ കരുവാറ്റയിൽ വീട്ടമ്മയ്ക്ക് ക്രൂരമർദ്ദനം. കരുവാറ്റ സ്വദേശി രഞ്ജുമോൾക്കാണ് മർദ്ദനമേറ്റത്. മുമ്പ് ജോലി ചെയ്തതിന്റെ ശമ്പളം കിട്ടാത്തതിന് പരാതി നൽകിയതിനാണ് മർദ്ദനം. ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് കിട്ടി. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ദേവൻ MP ചേരുന്നു. ദേവൻ, എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? ആരാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്? പോലീസ് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഇന്നലെ രാത്രിയോട് കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ആലപ്പുഴ കരുവാറ്റയിൽ ഈ രഞ്ജുമോൾ ജോലി ചെയ്യുന്ന ബേക്കറിയിൽ എത്തിയാണ് ഇത്തരത്തിൽ ഈ ഒരു മർദ്ദനം ഉണ്ടാകുന്നത്. ഈ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രഞ്ജുമോൾ ഈ പറയുന്ന ഈ മർദ്ദനം നടത്തിയിട്ടുള്ള വ്യക്തികളുടെ സഹോദരിയുടെ വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇവർക്ക് ശമ്പളം ഏകദേശം 4 മാസത്തോളമുള്ള ശമ്പളം നൽകാനുണ്ടായിരുന്നു. ഏകദേശം 75,000-ഓളം രൂപ ശമ്പളം ലഭിക്കാനുണ്ടെന്നാണ് രഞ്ജുമോൾ നമ്മളോട് സംസാരിച്ചത്. ഇത് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുൻപ് 2 തവണ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് പോലീസ് സ്റ്റേഷനിൽ ഇവർ ഈ 2 കൂട്ടരെയും വിളിച്ച് ഈ ഒരു പ്രശ്നം രമ്യതയിൽ തീർക്കാനുള്ള ശ്രമമൊക്കെ പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ശമ്പളം നൽകാമെന്ന് ഈ വീട്ട് ഉടമ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷവും പിന്നീടും പല തവണ ഈ രഞ്ജുമോളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. താമക്കൽ സ്വദേശികളായിട്ടുള്ള ചെല്ലപ്പന്റെ മകൻ സൂരജ് എന്നിവർ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ രഞ്ജുമോളെ കഴിഞ്ഞ ദിവസം രാത്രി മർദ്ദിക്കുന്നത്. ഇപ്പോൾ ഈ വീട്ടുജോലിയൊക്കെ നിർത്തിയതിനു ശേഷം രഞ്ജുമോൾ ഇപ്പോൾ കരുവാറ്റയിലുള്ള ഒരു ബേക്കറിയിലാണ് ഇപ്പോൾ ജോലി നോക്കുന്നത്. ആ ബേക്കറിയിൽ എത്തിയാണ് രാത്രി ഇത്തരത്തിലൊരു ക്രൂരമായ മർദ്ദനം ഉണ്ടാകുന്നത്. ഈ മർദ്ദനത്തിൽ ഈ സൂരജിന്റെ കയ്യിലുണ്ടായിരുന്ന ഹെൽമെറ്റ് കൊണ്ട് രഞ്ജുമോളുടെ തലയ്ക്കടിക്കുകയും നിലത്ത് വീണ രഞ്ജുമോളിനെ ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ ആ ദൃശ്യങ്ങളുണ്ട്. അത്തരത്തിലൊരു ക്രൂരമായ ഒരു മർദ്ദനമാണ് ഉണ്ടായിരിക്കുന്നതിന് ശേഷം രഞ്ജുമോൾ ഈ സംഭവത്തിന് ശേഷം ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. രഞ്ജുമോളുടെ മൊഴി ഹരിപ്പാട് പോലീസ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് ഹരിപ്പാട് പോലീസ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ലക്ഷ്മി, ദേവൻ MP ആണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന്.